കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രക്കാരുടെ അധിക നിരക്കുമായി ബന്ധപ്പെട്ട് ആശ്വാസകരമായ തീരുമാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട്. നിരക്ക് കുറയ്ക്കണമെന്ന ആവശ്യം ഉന്നയിച്ച് കേരള സർക്കാരും ഹജ്ജ് കമ്മിറ്റിയും കേന്ദ്രമന്ത്രിമാരുമായി നിരന്തരം ബന്ധപ്പെട്ട് വരികയാണെന്നും റിയാദിൽ 24 പറഞ്ഞു. കോഴിക്കോട് നിന്നുള്ള ഹജ്ജ് യാത്രക്കാർക്ക് കേരളത്തിലെ മറ്റു വിമാനത്താവളങ്ങളിൽ നിന്നുള്ളതിനേക്കാൾ ഏകദേശം 40,000 രൂപ അധിക ചാർജ് നൽകേണ്ടി വരുമെന്നാണ് ഇതുവരെ ലഭ്യമായ വിവരമെന്ന് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ഹുസൈൻ സഖാഫി ചുള്ളിക്കോട് വ്യക്തമാക്കി. കോഴിക്കോട് വിമാനത്താവളത്തിലെ സാങ്കേതിക പ്രശ്നങ്ങളെ തുടർന്നുള്ള അധിക ചെലവുകളാണ് നിരക്ക് വർധനവിന് വിമാന കമ്പനികൾ കാരണമായി പറയുന്നത്. യാത്രക്കാരെ ഏറെ പ്രയാസത്തിലാക്കുന്ന ഈ പ്രശ്നത്തിൽ ബന്ധപ്പെട്ട അധികൃതരിൽ നിന്ന് ആശ്വാസകരമായ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. നമുക്ക് വിമാന കമ്പനികൾ കോട്ട് ചെയ്ത റേറ്റിനെ സംബന്ധിച്ചുള്ള പ്രാഥമിക സൂചന ലഭിച്ചപ്പോൾ തന്നെ കേരള ഗവൺമെൻറ്റും അതുപോലെ തന്നെ ഹജ്ജ് അഫേഴ്സ് കൈകാര്യം ചെയ്യുന്ന മിനിസ്റ്ററും ഹജ്ജ് കമ്മിറ്റിയും ഒക്കെ ബന്ധപ്പെടേണ്ട എല്ലാ കേന്ദ്രങ്ങളിലും നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര ന്യൂനപക്ഷകാര്യ മന്ത്രി, അതുപോലെ തന്നെ ഹജ്ജ് കാര്യമന്ത്രി, അതിൻ്റെ പുറമെ വ്യോമയാന മന്ത്രി, ഇവരൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് കോഴിക്കോട്ടു നിന്നുള്ള നിരക്ക് കുറച്ച് കൊണ്ടുവരണം എന്ന് തന്നെ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും സമ്പൂർണ്ണമായി നമ്മൾ പ്രതീക്ഷ കൈവിട്ടിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി നൽകിയ ഷെഡ്യൂൾ പ്രകാരമുള്ള മുഴുവൻ കാര്യങ്ങളും കേരള സർക്കാരിൻ്റെയും ഹജ്ജ് മന്ത്രിയുടെയും ഹജ്ജ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഇതിനകം പൂർത്തിയാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഹജ്ജിൻ്റെ 3 ഘട്ട സാങ്കേതിക ക്ലാസുകളാണ് ഇതിൽ പ്രധാനം. പല സംസ്ഥാനങ്ങൾക്കും ഇതിൻ്റെ 1ാം ഘട്ടം പോലും പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. മാത്രവുമല്ല, കേരളത്തിലെ 3 പുറപ്പെടൽ കേന്ദ്രങ്ങളിലും ഭക്ഷണ വിതരണവുമായി ബന്ധപ്പെട്ട കരാർ നടപടികൾ ഏതാണ്ട് പൂർത്തിയാക്കി കഴിഞ്ഞു. ഷെഡ്യൂൾ പ്രകാരമുള്ള മറ്റു മുന്നൊരുക്കങ്ങൾ കൃത്യമായി നടത്തിവരികയാണ്. ഇത്തവണ കോഴിക്കോട്, കൊച്ചി, കണ്ണൂർ എന്നീ പുറപ്പെടൽ കേന്ദ്രങ്ങളിൽ നിന്നായി ആകെ 16,000-ഓളം ഹജ്ജ് തീർത്ഥാടകരാണ് യാത്ര ചെയ്യുന്നത്. ഇതിൽ 5,000-ലധികം പേർ വീതം കൊച്ചി, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്നും 4,000-ഓളം പേർ കണ്ണൂരിൽ നിന്നുമാണ്. ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെയ്തു വരികയാണെന്നും അദ്ദേഹം അറിയിച്ചു. ഇസ്മായിൽ പയ്യോളി, 24, റിയാദ്.